സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് നാം ധാരാളം അഭിപ്രായ സർവേകൾ കാണാറുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു സർവേ പുറത്തു വന്നിരിക്കുകയാണ്. അത് പോൾ ട്രാക്കർ സർവേ ആണ്. അഭിപ്രായ സർവേ കേരള 2026 എന്ന പേരിലാണ് ഈ സർവേ വന്നിരിക്കുന്നത്. അതിൻ്റെ ആ സർവേയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ സർവേ എന്നാണ്, ഏത് കാലഘട്ടത്തിലാണ് നടന്നത്, എത്രത്തോളം സാമ്പിളുകൾ എടുത്താണ് ഈ സർവേ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജനുവരി 12 മുതൽ ജനുവരി 30 വരെയുള്ള 19 ദിവസ കാലയളവിലാണ് ഈ സർവേ നടന്നിരിക്കുന്നത്. ഏതാണ്ട് 23,800 സാമ്പിളുകളാണ് ഈ സർവേക്കായിട്ട് ഈ പോൾ ട്രാക്കർ ഏജൻസി ശേഖരിച്ചിരിക്കുന്നത്. അതായത് 23,800 ആളുകളെ കണ്ടുകൊണ്ടാണ്, വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ കണ്ടുകൊണ്ടാണ് ഈ സർവേ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ വളരെ നിർണായകമായ ചില ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം ആ ഫലങ്ങൾ നമുക്ക് നോക്കാം. ഓരോ മുന്നണിക്കും കിട്ടുന്ന വോട്ട് ശതമാനമാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. പോൾ ട്രാക്കർ അഭിപ്രായ സർവേ പ്രകാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മുന്നണിക്ക് 44 മുതൽ 46% വരെ വോട്ടുകൾ ലഭിക്കും എന്നാണ് പറയുന്നത്. അതായത് നിലവിലെ പ്രതിപക്ഷമായ UDF വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തും എന്ന ഈ സർവേയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. 44 മുതൽ 46% വരെ വോട്ടുകൾ UDF ലഭിക്കുമ്പോൾ LDF ലഭിക്കുക 37 മുതൽ 40% വരെ വോട്ടുകളാണ്. അതായത് UDF മികച്ച ഒരു മുന്നേറ്റം നടത്തുമ്പോൾ LDF വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്നീ സർവേ പറയുന്നു. LDF വോട്ട് ശതമാനം 37 മുതൽ 40 ചുരുങ്ങുന്നു. അതായത് പരമാവധി അവർക്ക് 40% വരെ വോട്ടുകളാണ് ലഭിക്കുക. കുറയുകയാണെങ്കിൽ 37% വരെ വോട്ടുകളും LDF മുന്നണിക്ക് ലഭിക്കും. ഒപ്പം തന്നെ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ വോട്ട് ശതമാനം നോക്കുകയാണെങ്കിൽ 14 മുതൽ 15% വരെയാണ്. BJP വലിയ രീതിയിലുള്ള അവകാശവാദമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അവർ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. അവർക്ക് അവരുടെ വോട്ട് ശതമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. അവരുടെ വോട്ട് ശതമാനം 14 മുതൽ 15% വരെ മാത്രമായിരിക്കും എന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റു പാർട്ടികളെല്ലാം കൂടി ചേർന്ന് 2 മുതൽ 3% വരെ വോട്ടുകളും നേടും എന്ന് ഈ പോൾ ട്രാക്കർ അഭിപ്രായ സർവേ പറയുകയാണ്. അതായത് UDF 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തും എന്ന് ഉറപ്പിക്കുകയാണ് പോൾ ട്രാക്കറിന്റെ ഈ സർവേ. ഇനി അതിനിർണായകമായ ഫലപ്രഖ്യാപനമാണ്. ഈ വോട്ട് ശതമാനത്തിനനുസരിച്ച് ഓരോ മുന്നണികൾക്കും എത്ര സീറ്റുകൾ വീതം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നാണ് പോൾ ട്രാക്കർ അഭിപ്രായ സർവേ പറയുന്നത്. അതുപ്രകാരം UDF 89 മുതൽ 96 വരെ സീറ്റുകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് വലിയ ഒരു വിജയം UDF ഇത്തവണ ഉണ്ടാകും. UDF പ്രതീക്ഷിക്കുന്ന പോലെ UDF പറയുന്നത് 100 സീറ്റുകളുമായിട്ട് ഉജ്ജ്വല വിജയം നേടണമെന്നാണ്, അധികാരത്തിലേക്ക് എത്തണമെന്നാണ് UDF എല്ലാ നേതാക്കളും ഒന്നടങ്കം പറയുന്നത്. അപ്പോൾ അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് മുന്നേറാൻ കഴിയും, അവരുടെ ആഗ്രഹം സഫലമാകും എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. 89 മുതൽ 96 വരെ സീറ്റുകൾ UDF ലഭിക്കുമെന്ന് ഈ സർവേ പറയുമ്പോൾ LDF സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ് അവർക്ക് ഈ സർവേ പ്രവചിക്കുന്നത്. അതായത് LDF നിലവിൽ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 98 സീറ്റുകളാണ് ലഭിച്ചത്. അത് ഇത്തവണ 43 മുതൽ 49 വരെ ആയിട്ട് കുറയും എന്ന് ഈ സർവേ പറയുന്നു. അതായത് വലിയൊരു തിരിച്ചടി LDF കാത്തിരിക്കുന്നതാണ് ഈ സർവേ ഫലം പറയുന്നത്. BJPയെ സംബന്ധിച്ചവർക്ക് അവരുടെ അവകാശവാദങ്ങൾ ഇത്തവണയും പൂവണിയില്ല, അവരുടെ സ്വപ്നങ്ങൾ ഇത്തവണയും പൂവണിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPക്ക് 0 മുതൽ 2 വരെ സീറ്റുകളാണ് ഈ സർവേ പ്രവചിക്കുന്നത്. അതായത് ഒരു സീറ്റുകളും പോലും BJPക്ക് കിട്ടാതെ ഇരിക്കാം, അല്ലെങ്കിൽ പരമാവധി പോയാൽ അവർക്ക് 2 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കൂ എന്ന് ഈ സർവേ പറയുന്നു. മറ്റുള്ളവർക്ക് സീറ്റ്, ആ വിഭാഗത്തിൽ സീറ്റൊന്നും ലഭിക്കില്ല എന്ന് പറയുന്നു. അതായത് സാധാരണ പോലെ തന്നെ LDFും UDFും 140 സീറ്റുകളും വീതിച്ചെടുക്കുമെന്ന് പറയുന്നു. അതിൽ UDF വലിയ തിളക്കമാർന്ന ഒരു വിജയത്തിലേക്ക് ഇത്തവണ പോകുമെന്ന് ഈ സർവേ പറയുന്നു.
89 മുതൽ 96 വരെ സീറ്റുകൾ UDF നേടുമ്പോൾ 43 മുതൽ 49 സീറ്റുകളിലേക്ക് LDF ചുരുങ്ങും. നിലവിൽ UDF ഏതാണ്ട് 42 സീറ്റുകൾ 43 സീറ്റുകളാണ് ഉള്ളത്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ 43 സീറ്റുകളാണ് UDF അവിടെ നിന്നും അവർ ഇരട്ടിയിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് വലിയൊരു വിജയത്തോടുകൂടി, ചരിത്ര വിജയത്തോടുകൂടി 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് എത്തും എന്ന പോൾ ട്രാക്കർ അഭിപ്രായ സർവേയിലെ കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. അത് UDF സംബന്ധിച്ച് വളരെ നല്ലൊരു ശുഭസൂചകമായ ഒരു ഫലമായിട്ടാണ് നമുക്കിതിനെ വിലയിരുത്താവുന്നത്. എന്തായാലും ഈ പറയുന്ന സർവേയിൽ എന്തൊക്കെ ഘടകങ്ങളാണ് പരിഗണിച്ചത് എന്നത് നമുക്ക് നോക്കാം. ഏതൊക്കെ തരത്തിലാണ് ജനങ്ങൾ ഈ സർവേയോട് പ്രതികരിച്ചത്, ഏതൊക്കെ സർക്കാരിനെ ഏത് തരത്തിലാണ് ഇവർ വിലയിരുത്തിയത് എന്നതുകൂടി ഈ സർവേയുടെ വിശദാംശങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ രീതിയിലൊരു ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്നാണ് ഈ സർവേയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ, ഒപ്പം തന്നെ CPM-ന്റെ താഴെ തട്ട് മുതൽ സംസ്ഥാന തലത്തിൽ വരെയുള്ള നേതാക്കളുടെ ധാർഷ്ട്യം, ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള, ഇതെല്ലാം കൂടി സർക്കാരിനെതിരായിട്ടുള്ള വലിയൊരു വികാരം സൃഷ്ടിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്ത് അലയടിക്കുന്നുണ്ട് എന്നാണ് ഈ സർവേയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPM-വുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ CPM-ന്റെ മധ്യ വടക്കൻ കേരളത്തിലെ നേതാക്കൾക്കെതിരായിട്ടുള്ള ക്രമക്കേടുകളാണ്, അല്ലെങ്കിൽ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ്. നമുക്കറിയാം നിരവധി സഹകരണ ബാങ്കുകളിലെ അഴിമതികൾ, കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളിലെ അഴിമതികൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ കൂടാതെ ഈ മധ്യ വടക്കൻ കേരളത്തിലെ CPM-ന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കെതിരായിട്ടുള്ള ഫണ്ട് തിരിമറി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, അതിൽ LDF-ന്റെ അണികൾക്ക് വലിയ രീതിയിലുള്ള ഒരു അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് CPM-ന്റെ അണികൾക്ക് വലിയൊരു അതൃപ്തിയുണ്ട്. ആ അതൃപ്തിയൊക്കെ തന്നെ പരമ്പരാഗത ഇടതു കോട്ടകളിലേക്ക് കടന്നു കയറുന്നതിന് UDF-ന് സഹായകമാകും എന്ന ഈ സർവേ പ്രവചിക്കുകയാണ്, അല്ലെങ്കിൽ ഈ സർവേയിലെ കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ UDF-നെ സംബന്ധിച്ച് ഈ പറയുന്ന സർക്കാരിനെതിരായിട്ടുള്ള CPM-നെതിരായിട്ടുള്ള വികാരങ്ങൾക്കൊപ്പം തന്നെ UDF-ന് ഗുണകരമായിട്ട് മാറുന്ന മറ്റു ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് UDF-ലെ ഐക്യമാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത്. ടീം UDF എന്ന നിലയിൽ UDF മുന്നോട്ട് പോവുകയാണ്. അത് അവർക്ക് വലിയ ഒരു മേൽക്കൈ നൽകുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ വോട്ട് ചോർച്ച അവർക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം, ആ ഒരു അനുകൂല തരംഗം, അതും UDF-ന് വലിയ രീതിയിൽ ഗുണകരമായിട്ട് മാറും എന്ന് വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ LDF-ലുള്ള മാണി വിഭാഗം, കേരള കോൺഗ്രസ് മാണി വിഭാഗം, അവര് LDF-ൽ തുടരുന്നതിൽ ആ പാർട്ടിയിലെ തന്നെ നല്ലൊരു വിഭാഗം നേതാക്കൾക്കും അതൃപ്തിയുണ്ട്, ശക്തമായ അതൃപ്തിയുണ്ട്. നമുക്കറിയാം അടുത്തിടയ്ക്ക് ആ പാർട്ടി UDF-ലേക്ക് വരാനുള്ള ചില നീക്കങ്ങൾ നടത്തുകയും എന്നാൽ മറ്റു ചില ഇടപെടലുകൾ കാരണം അത് നടക്കാതെ പോവുകയും ചെയ്തു. അപ്പോൾ LDF-ൽ വീണ്ടും തുടരുന്നതിൽ നല്ലൊരു വിഭാഗം ആളുകൾക്കും അതൃപ്തിയുണ്ട്, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും. ആ ഒരു അതൃപ്തി പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം പോലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സ്വാധീനമുള്ള ജില്ലകളിൽ അത് UDF-ന് ഗുണകരമായിട്ട് മാറും എന്നാണ് ഈ സർവേയിൽ പങ്കെടുത്ത ആളുകളിൽ പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് ഈ പറയുന്നത് പോലെ ഈ സമുദായ സമവാക്യങ്ങൾ ഏത് തരത്തിൽ ആണ് വർക്കൗട്ട് ആവുക എന്നത് നോക്കുമ്പോൾ ഈ സർവേ പറയുന്നത് പ്രധാനമായിട്ടും ഈ മധ്യ തെക്കൻ കേരളത്തിൽ നായർ, ഈഴവ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള വലിയൊരു തർക്കം, ഒരു അനൈക്യം നിലനിൽക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും UDF-ന് ഗുണകരമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഈ ഒരു തർക്കം മൂലം നിലവിൽ ഈ ഭരണവിരുദ്ധ തരംഗം നിലവിലുണ്ട്. അപ്പോൾ LDF-ലേക്ക് ആ വോട്ടുകൾ പോകില്ല. ആ ഭരണവിരുദ്ധ വോട്ടുകൾ സ്വാഭാവികമായിട്ടും UDF-ലേക്കായിരിക്കും പോകുന്നത്. കാരണം BJP-ക്ക് പോയിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ നായർ വോട്ടുകൾ ബഹുഭൂരിപക്ഷവും UDF-ന് അനുകൂലമായി പോൾ ചെയ്യപ്പെടും എന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ ഈഴവ വോട്ടുകൾ 3 മുന്നണികളിലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. നമുക്കറിയാം ഈഴ വോട്ടുകൾ എന്ന് പറയുന്നത് LDF-ന്റെ CPM-ന്റെ പരമ്പരാഗത ഒരു വോട്ട് ബാങ്കാണ്. അവര് ഇടയ്ക്ക് BDJS-ന്റെ ആവിർഭാവത്തോടു കൂടി BJP-ക്കും ഒരു പരിധിവരെ ആ വിഭാഗത്തിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അത് 3 മുന്നണികളിലേക്കും തുല്യമായിട്ട് വീതിച്ചു പോകും എന്നാണ് നമുക്ക് ഈ സർവേയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം അത് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് UDF-ന് ഗുണകരമാകും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ CPM-ന്റെ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള
പ്രവർത്തനങ്ങൾ, അവരുടെ നിലപാടുകൾ അത് അവർക്ക് തിരിച്ചടിയാക്കും. അത് ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണത്തിന് കാരണമാകും. അതിന്റെ പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതുവരെയും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ അധ്യാപക നിയമനത്തിലെ സർക്കാരിന്റെ ചില മെല്ലെപ്പോക്ക്, അതിൽ സഭാ നേതാക്കന്മാർക്ക് വലിയ രീതിയിലുള്ള ഒരു അതൃപ്തിയുണ്ട് സർക്കാരിനോട്. കൂടാതെ മനുഷ്യമൃഗ ഏറ്റുമുട്ടലിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല സർക്കാർ. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് സർക്കാരിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ LDFനെതിരായിട്ടുള്ള ഒരു വികാരം സൃഷ്ടിക്കുന്നു എന്നാണ് ഈ സർവേ പറയുന്നത്. അത് UDFന് ഗുണകരമാകും. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള മേഖലകളിലും ഹൈറേഞ്ച് മേഖലകളിലും ഒക്കെ തന്നെ അത് UDFന് അനുകൂലമായിട്ട് മാറും എന്ന് ഈ സർവേ പറയുന്നു. ഒപ്പം തന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഇടയിലും ഒരു വലിയ രീതിയിലുള്ള ഏകീകരണം, വോട്ട് ഏകീകരണം ഉണ്ടാകും. അതും UDFന് ഗുണകരമാകും. ഒപ്പം തന്നെ AP സുന്നി വിഭാഗം അവർ നേരത്തെ CPM-ഉമായിട്ട് അടുത്തു നിന്നവരാണ്. എന്നാൽ അവര് ഇപ്പോൾ CPM-ഉമായിട്ട് അകന്നിരിക്കുന്നു. ഇതൊക്കെ തന്നെ വടക്കൻ കേരളത്തിൽ UDFന് ഒരു അപ്രമാദിത്വം, ഒരു അപ്പർ ഹാൻഡ് നൽകും എന്നും ഈ സർവേ പറയുന്നുണ്ട്. കൂടാതെ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളവർ, അത് ധീവര സമൂഹമുണ്ട്, ധീവര വിഭാഗമുണ്ട്, ഒപ്പം തന്നെ ലത്തീൻ കത്തോലിക്കരുണ്ട്, അല്ലാതെ മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ ആ വിഭാഗങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ഇതുവരെയും പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ വിഭാഗങ്ങളൊക്കെ തന്നെ, ആ സമുദായങ്ങളൊക്കെ തന്നെ UDFന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ UDFനൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് അവർ മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ സർവേയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൂടാതെ LDFനെ പരമ്പരാഗതമായിട്ട് പിന്തുണച്ചിരുന്ന നെൽകർഷകര്, ഒപ്പം തന്നെ കശുവണ്ടി തൊഴിലാളികള്, സർക്കാർ ജീവനക്കാര്, ഈ 3 വിഭാഗങ്ങളും അവരോടുള്ള സർക്കാർ അവഗണന അത് വലിയൊരു കടുത്ത അവഗണനയാണ്. അതും ഇത്തവണ UDFലേക്ക് ഈ 3 വിഭാഗങ്ങളെയും അടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ സർവേയിൽ കാണാൻ കഴിയുന്നത്. കൂടാതെ ഈ പറയുന്ന റബ്ബർ കർഷകര് ഏറെയുള്ള 3 ജില്ലകളാണ് ഈ പറയുന്ന എറണാകുളം, കോട്ടയം, ഇടുക്കി പോലെയുള്ള ജില്ലകള്. അവിടങ്ങളിൽ റബ്ബർ കർഷകരോടുള്ള സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ്, അല്ലെങ്കിൽ റബ്ബറിന് മിനിമം താങ്ങുവില നൽകാമെന്നുള്ള ആ വാഗ്ദാനം അത് നടപ്പിലാക്കാൻ ഇതുവരെയും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ആ വിഷയത്തില് സർക്കാരിന്റെ ഭാഗമായിരുന്നിട്ട് കൂടി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കാര്യമായ ഇടപെടലൊന്നും നടത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ തന്നെ ആ വിഭാഗങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു അമർഷം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആ റബ്ബർ കർഷക മേഖലയിലും സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കെടുകാര്യസ്ഥത അതും UDFന് അനുകൂലമായിട്ട് മാറും എന്നും ഈ സർവേ പറയുന്നു. അപ്പോൾ സമസ്ത മേഖലകളിലും LDFനെതിരായിട്ടുള്ള വലിയൊരു എതിർവികാരം അലയടിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ സർവേയുടെ ഫലത്തിലും പ്രതിഫലിച്ചിരിക്കുന്നത് എന്നാണ് അതിനകത്തെ വിശദാംശങ്ങളിൽ നിന്നുമൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.